പഴയ തിരുവിതാംകൂർ നാട്ടിൽ പണ്ടൊക്കെ സ്ഥിതി വലിയ കഷ്ടത്തിലായിരുന്നു. വെയിലും നിലാവും എല്ലാവർക്കും ഒരേപോലെയുള്ളൂ. എന്നാലും റോഡിലിറങ്ങുന്ന കാര്യത്തിൽ ഇങ്ങനെയൊന്നുമായിരുന്നില്ല. ഉയർന്ന ജാതിക്കാർക്ക് മാത്രം നടക്കാനുള്ള വലിയ റോഡുകളുണ്ടായിരുന്നു. നമ്മുടെ പാവപ്പെട്ട പുലയരും പറയരുമൊന്നും ആ വഴിയിൽ കാലുകുത്താൻ പാടില്ല. അവർക്ക് വേറെ വളഞ്ഞ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആയ കാലം ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നയാളാണ് നമ്മുടെ അയ്യങ്കാളി. ഇയാൾക്കിതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ എന്തിനാണ് ഈ ഒളിച്ചു നടക്കുന്നത്? ഈ റോഡെന്താ അവരെ തറവാട് വകയാണോ? അയ്യങ്കാളിക്ക് വല്ലാത്ത വാശിയായി. വർഷം 1893. ഒരു ദിവസം അയ്യങ്കാളി ഒരു കലിപ്പൻ തീരുമാനമെടുത്തു. ഇയാൾ എന്തു ചെയ്തു എന്നറിയോ? പുതിയ അസ്സലൊരു വില്ലുവണ്ടി ഉണ്ടാക്കി. നല്ല തേക്കിൻതടിയും ഓട്ടോറിക്ഷയുടെ പോലെ കിളിക്കണ മണികളുമൊക്കെയായിട്ട്. അയ്യങ്കാളിയാണെങ്കിൽ ഒരു വലിയ പ്രമാണിയെപ്പോലെ അങ്ങോട്ട് കോലം കെട്ടി. തലയിലൊരു മുണ്ട്, നല്ല ഉടുപ്പും. ലുക്ക് മാറ്റിക്കളി. അതിലും വലിയ ട്വിസ്റ്റ് എന്താണെന്നോ? ആ വണ്ടിയിൽ പൂട്ടിയിരുന്നത് പടക്കളം പോലുള്ള വെള്ളക്കാളകളെയായിരുന്നു. കാരണം ആ കാലത്ത് വെള്ളക്കാളകളെ കെട്ടിയ വണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള അവകാശം അവിടത്തെ വലിയ തമ്പുരാക്കന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യങ്കാളി വണ്ടിയിൽ കയറിയിരുന്നു. എന്നിട്ട് വെള്ളക്കാളകളുടെ കടിഞ്ഞാൺ മുറുകെ പിടിച്ചു. വില്ലുവണ്ടി നേരെ കല്ലിയൂർ രാജപാതയിലേക്ക് അങ്ങോട്ട് കയറി. വണ്ടിമണികളുടെ കിണുകിണുക്കം കേട്ടപ്പോൾ നാട്ടുകാർ മൊത്തം ഞെട്ടിപ്പോയി. ആരാ ഈ വണ്ടി ഓടിക്കുന്നത്? ഒരു ദളിതൻ ഈ റോഡിലോ? അപ്പൊ തന്നെ അവിടത്തെ വലിയ ജാതിക്കാരെല്ലാം കോപം കൊണ്ട് മുഖം ചുവന്ന് ഓടിക്കൂടി. നിനക്കെന്താ വട്ടായോ? ഈ വഴിയിൽ നീ വണ്ടി ഓടിക്കുകയോ? നിനക്ക് ഈ വഴി നടക്കാൻ പോലും അവകാശമില്ല. അവർ ചീത്ത വിളിച്ചു. അയ്യങ്കാളിക്ക് ഒരു കൂസലുമില്ല. ആള് വണ്ടി നിർത്തിയില്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാ. ഈ റോഡിൽ നിങ്ങൾക്കുള്ളത്ര അവകാശം എനിക്കുമുണ്ട്. അയ്യങ്കാളി അങ്ങോട്ട് ചുട്ട മറുപടി കൊടുത്തു. സ്ഥലം കയ്യാങ്കളിയുടെ പരുവത്തിലായി. ചിലർ വണ്ടി തടയാൻ നോക്കി. അയ്യങ്കാളി വാളൂരി കലിപ്പടക്കി നിന്നു. ജീവൻ കൊടുക്കേണ്ടി വന്നാലും വേണ്ടില്ല, റോഡ് വിട്ടുകൊടുക്കൂല എന്ന് അയാൾ തീരുമാനിച്ചു. പേടിച്ചുപോയ ആ പ്രമാണിമാർക്ക് വഴിമാറിക്കൊടുക്കേണ്ടി വന്നു. ഒരു രക്ഷയുമില്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യം. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സ്വാതന്ത്ര്യത്തിന്റെ വണ്ടി പോലെ അങ്ങോട്ട് മുന്നോട്ടു പോയി. ആ യാത്ര വെറും വണ്ടി ഓടിക്കലായിരുന്നില്ല. അത് താഴ്ന്ന ജാതിക്കാരുടെ ധൈര്യമായിരുന്നു. അയ്യങ്കാളിയുടെ ഈ ഒറ്റപ്പോക്ക് കാരണം അവരുടെ ഉള്ളിലെ പേടി മൊത്തം മാറിപ്പോയി. ചുരുക്കത്തിൽ നമ്മുടെ അയ്യങ്കാളി വിജയിച്ചു. അടിമപ്പണിക്കെതിരെയുള്ള മനുഷ്യന്റെ അന്തസ്സിന്റെ വിജയം. വില്ലുവണ്ടി സമരത്തിന്റെ ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. കൂടുതൽ ചരിത്ര സത്യങ്ങൾ അറിയാനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.